ഇന്നത്തെ മറിയഭക്തർ ദൈവത്തോടും യേശുവിനോടും യഥാർത്ഥ മറിയത്തോടും അനുസരണക്കേട് കാണിക്കുന്നതിനാൽ ഏതോ കപട മറിയത്തിൻ്റെ ഭക്തർ മാത്രമാണ് എന്നാണ് വ്യക്തമാകുന്നത്. മറിയഭക്തർ മറിയത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഉപദേശം അനുസരിക്കുന്നില്ല. മറിയം ഇപ്രകാരം ഉപദേശിച്ചു: അവൻ, അതായത് യേശു നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. എന്നാൽ ഈ മറിയഭക്തർക്ക് യഥാർത്ഥത്തിൽ മറിയത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ട് എങ്കിൽ അവർ മറിയം പറഞ്ഞതനുസരിക്കുകയും, അതായത് ചരിത്രത്തിലെ ബൈബിളിലെ മറിയം പറഞ്ഞതനുസരിക്കുകയും അങ്ങനെ യേശു പറയുന്നത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ മറിയഭക്തർ മറിയത്തെ മാത്രമല്ല, പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും അനുസരിക്കുകയില്ല. പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അവൻ്റെ വാക്ക് ശ്രവിക്കുവൻ. യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് തരും. എന്നാൽ പിതാവ് പറഞ്ഞതും യേശു പറഞ്ഞതും മറിയം പറഞ്ഞതും ഒന്നും കൂട്ടാക്കാതെ ഇന്നത്തെ മറിയഭക്തരും അവരുടെ അധികാരികളും മറിയത്തോടും വിശുദ്ധരോടും പ്രാർത്ഥിക്കണമെന്ന് വാശി പിടിക്കുന്നു. അതുകൊണ്ട് പിതാവായ ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും യഥാർത്ഥ മറിയത്തെയും അനുസരിക്കാത്ത ഇവർ യഥാർത്ഥ മറിയത്തിൻ്റെ ഭക്തരല്ലെന്നും മറിച്ച് ഏതോ കപട മറിയ പ്രത്യക്ഷതകളുടെ ഭക്തരാണ് എന്നുമാണ് നമുക്ക് വ്യക്തമാകുന്ന സത്യം. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ആര് പഠിപ്പിച്ചാലും അവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ഈ ദൈവവചനപ്രകാരം ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട്, ക്രിസ്തുവിനെ രണ്ടാന്തരമായിട്ട്, ക്രിസ്തുവിന് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ഭക്തി കൊടുക്കുവാൻ കഴിയാതെ മറിയ ഭക്തിയും വിശുദ്ധ ഭക്തിയുമൊക്കെയായി വഴിതെറ്റിപ്പോകുന്നവർ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരല്ല, അവർ മറ്റൊരു സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർ ശപിക്കപ്പെട്ടു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം യേശുവിൻ്റെ മഹത്വത്തിലാണ് ദൈവം മഹത്വപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് യേശുവിനെ മാത്രമേ മഹത്വപ്പെടുത്തുകയുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ അടുക്കലേക്ക് എല്ലാ മനുഷ്യരെയും ആകർഷിക്കും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, യേശുവിലേക്ക് മനുഷ്യരെ നയിക്കാത്ത, തന്നിലേക്ക് തന്നെയോ മറ്റുള്ളവരിലേക്കോ മനുഷ്യരെ ആകർഷിക്കുന്നവരാരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല എന്നാണ്. മറിച്ച് അവയെല്ലാം ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മശക്തികളുടെ കൗശലപൂർവമായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ്.